മൂലം, പൂരാടം, ഉത്തരാടം നാളിൻ്റെ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കാരണം വ്യാഴം 7-ൽ നിന്ന് 8-ലേക്കാണ് മാറിയിരിക്കുന്നത്. 8-ലെ വ്യാഴം പൊതുവെ നല്ലതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഉച്ചക്ഷേത്രമായ കർക്കിടക രാശിയിൽ വന്നതിനാൽ വലിയ ദോഷം ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കർമ്മരംഗത്ത് ചില അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നൂതനമായ സംരംഭങ്ങളിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചേക്കാം. സ്ഥലം മാറ്റത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും. കമ്പനി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും പുരോഗതിയും നേട്ടങ്ങളും അഭിവൃദ്ധിയും കൈവരിക്കാൻ ഈ അവസരം ഉണ്ടാകുന്നതാണ്. പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ കുറെ കൂടി കൂടുതൽ സൂക്ഷ്മത കാണിക്കേണ്ടതാണ്. ഉപരിപഠന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ പരിശ്രമിക്കണം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയാണ്. നിങ്ങളുടെ കച്ചവടം കൂടുതൽ വിപുലീകരിക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. കച്ചവട മേഖല കൂടുതൽ വികസിപ്പിക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിലേക്ക് കച്ചവട പരീക്ഷണവുമായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ ശരിയായി പഠിച്ചു മനസ്സിലാക്കി ഇറങ്ങേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെല്ലാം പ്രത്യേകം ശ്രദ്ധയോടുകൂടി നടത്തേണ്ടതാണ്. നിങ്ങളുടെ വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നന്നായി പരിശ്രമിച്ചാൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മമേഖലയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ, അസ്വസ്ഥതകൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ സംഘർഷവും പിരിമുറുക്കവുമൊക്കെ അയഞ്ഞ് ശാന്തത കൈവരുവാനായിട്ട് ധ്യാനം, യോഗ ഒക്കെ ശീലിക്കുന്നത് നല്ലതാണ്. സമ്പൂർണമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോവുക.